അങ്ങനെ അതെ ബോട്ട് നമുക്ക് സ്റ്റാർട്ടായി കിട്ടി. ഡീസൽ പൈപ്പിൽ എയർ കുടുങ്ങിയതായിരുന്നു. വലിയ വിഷയങ്ങളൊന്നുമില്ലാതെ നമ്മൾ വീണ്ടും മുന്നോട്ട് യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടുത്തെ കടലിൻ്റെ താഴ്ച 2 കിലോമീറ്റർ ആണെന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത്. അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന് കണ്ട് ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്ത് ഗൂഗിൾ മാപ്പ് ഒന്ന് എടുത്ത് നോക്കി എവിടെ എത്തിയിട്ടുണ്ട് എന്ന്. ഇതേ പകുതി എത്തിയിട്ടേ ഉള്ളൂ. കടമത്ത് അഗത്തി കണ്ടോ. അങ്ങനെ നമ്മളത് വീണ്ടും ഇങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ ഇതാ നല്ലൊരു റെയിൻബോ ഒക്കെ കാണാൻ പറ്റി. പിന്നീട് അങ്ങോട്ട് ഞങ്ങൾ ഈ കടലിൻ്റെ ഇളക്കങ്ങളും ഈ ഒരു കാര്യങ്ങൾ ഞങ്ങൾ ആസ്വദിച്ചു തുടങ്ങി. ഇതല്ലാതെ അവിടെ വേറെ മാർഗ്ഗമല്ല. അങ്ങനെ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം എടുത്ത് കഴിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇതേ ഒരു അറ്റം കണ്ടു തുടങ്ങി. ബംഗാരം തിന്നക്കര എന്നുള്ള 2 ദ്വീപുകൾ കണ്ടു തുടങ്ങി. അപ്പം മനസ്സിനൊരു സമാധാനം, ഒരു ചെറിയൊരു കര കണ്ട സന്തോഷത്തിൽ നമ്മൾ എന്ത് ചെയ്ത് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇപ്പം എല്ലാവരും ഒന്ന് എനർജറ്റിക്കായി. അങ്ങനെ നല്ലൊരു സൺസെറ്റ് കിട്ടി. അവിടുന്ന് ഇതേപോലെയുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇപ്പോഴാണ് ശരിക്ക് നമുക്ക് ഒന്ന് ആസ്വദിച്ച് വരുന്നത്. നമുക്ക് ഇതുവരെ കടമത്ത് നിന്നാണെന്നുണ്ടെങ്കിലും ഒന്നും ഈ ഒരു സൺസെറ്റ് നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. കാരണം ക്ലൈമറ്റ് ആ ഒരു എന്താ പറയുക ഒരു മൂടിക്കെട്ടിയ ക്ലൈമറ്റായിരുന്നു. പക്ഷേ ഇവിടെ എത്തിയപ്പോഴേക്കും നമുക്ക് എന്തായി ഇതേപോലുള്ള നല്ല വൈബ് സൺസെറ്റും കാര്യങ്ങളൊക്കെ കിട്ടിത്തുടങ്ങി. അങ്ങനെ നമുക്ക് അകത്തിയിൽ റൂമും ബോട്ട് ജെട്ടിയിൽ നിന്ന് റൂമിലോട്ടുള്ള ഓട്ടോയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി തന്നത് നമ്മളെ സുഹൃത്തിൻ്റെ ഒരു അളിയനായിരുന്നു. പേര് നജീബ് എന്നാണ്. നജീബ്ക്ക ഒരുപാട് താങ്ക്സ് കേട്ടോ. രാത്രി ആയതുകൊണ്ട് തന്നെ ആ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കൂടുതലായിട്ട്. അങ്ങനെ നല്ല സേഫായിട്ട് ഞങ്ങൾ എന്ത് ചെയ്ത് അഗത്തി ദ്വീപിലിറങ്ങി അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നജീബ്ക്ക ചെയ്തു തന്നിരുന്നു. അങ്ങനെ അഗത്തിയിലെത്തി ഒന്ന് ഫ്രഷായി നേരെ നമ്മൾ പോയത് നമ്മളെ സുഹൃത്തിൻ്റെ അനിയൻ്റെ കല്യാണ പരിപാടിക്കാണ്. അങ്ങനെ ദ്വീപിലുള്ളൊരു കല്യാണം കൂടാനുള്ള ഭാഗ്യം അവിടെ നിന്ന് കിട്ടി. കല്യാണം കൂടിയതിന് ശേഷം അവിടെ ചെക്കൻ്റെ റൂം കാണൽ ചടങ്ങ് എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ റൂമിൻ്റെ ഉള്ളിൽ നമ്മൾ കയറി നോക്കുന്ന സമയത്ത് ഇവിടെ നമ്മളെ നാട്ടിൽ പറയുന്ന പോലെ മുറുക്കാനും സിഗരറ്റും ഒക്കെ ഇവിടെ പബ്ലിക്കായിട്ട് ഇങ്ങനെ വെക്കും. ഇതവിടുത്തെ ഒരു ആചാരമാണ്. പിന്നെ റൂം കാണൽ ചടങ്ങ് എന്ന് പറഞ്ഞതും ഒരാചാരമാണ്. അങ്ങനെ നമ്മൾ റൂമിൻ്റെ ഉള്ളിൽ കയറി റൂമും കാര്യങ്ങളൊക്കെ കണ്ട് ഇനി അകത്തിയിലെ വിശേഷങ്ങൾ നമുക്ക് ബാക്കിയുള്ള വീഡിയോസിൽ